വെൽക്കം ഓൾ. നമ്മളിന്ന് PyQt സീരീസിലെ മൂന്നാമത്തെ സെഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PyQtയിലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിഗ്നൽസ് ആൻഡ് ക്ലിക്ക് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വിൻഡോയിൽ നിന്ന് വേറൊരു വിൻഡോ തുറക്കാം, ആൻഡ് ഒരു വിൻഡോയിൽ നിന്ന് അടുത്ത വിൻഡോ തുറക്കുമ്പോൾ ആ പ്രീവിയസ് വിൻഡോ എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം? രണ്ട് വിൻഡോസ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് വിൻഡോ ഡിസൈൻ ചെയ്യാണ്. അതിന് നമ്മൾ Qt ഡിസൈനർ തുറക്കുക, ന്യൂ മെയിൻ വിൻഡോ. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഫയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഫയൽ. അതിനുശേഷം ഇവിടെ ക്ലോസ്. ഇതിന് പറയുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെനു ബാറാണ്. മെനു ബാറിൽ എന്തുണ്ടാവും? ഫയൽ ഉണ്ടായിരിക്കും. ക്ലോസ് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാവും. ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സബ് മെനു ഉണ്ടായിരിക്കും, എൻ്റർ അടിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് പ്രിവ്യൂ നോക്കാം. ഫോം പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ ഫയൽ പോയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ക്ലോസ് ആവണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. ഓൾറെഡി ഇൻബിൽട്ടായിട്ട് നമുക്ക് തരുന്നുണ്ട് PyQt ഡിസൈൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യൂവിൽ പോവുക. ഇത് രണ്ടും ഓൾറെഡി ചെക്ക്ഡ് അല്ലേ നോക്കുക. ഓൾറെഡി ചെക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ലോട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പോവുക. ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും. സെൻറ്റർ അടിക്കുക. എന്തായിരിക്കും? ആക്ഷൻ ക്ലോസ് എന്നാണ്. കാരണം അത് നോക്കുക, ഇവിടെ ആക്ഷൻ ക്ലോസ്. ഓക്കെ, ഫയൽ മെനുവിൻ്റെ അടിയിൽ അണ്ടറിട്ട് ആക്ഷൻ ക്ലോസ് എന്നായിരിക്കും. പക്ഷേ സിഗ്നൽ എന്തായിരിക്കും? ആക്ടിവേറ്റഡ്. ഓക്കെ, അതിനുശേഷം റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ വിൻഡോ ആണ്. ഓക്കെ, മെയിൻ വിൻഡോ. ഓക്കെ, അതിനുശേഷം സ്ലോട്ട് ക്ലോസ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഫയലിൽ പോയിട്ട് ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം ക്ലോസ് ആയി പോകും. നോക്കാം, ഫയലിൽ പോവുക, ക്ലോസ് അടിക്കുക, ക്ലോസ് ആയില്ലേ? ഓക്കെ, ഇത്രയാണ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് വെച്ചാൽ ഒരു പുഷ് ബട്ടൺ ഉണ്ടാക്കണം. ഈ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ നെക്സ്റ്റ് വിൻഡോ. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകും കൂടി വേണം. അപ്പോൾ ഈ നെക്സ്റ്റ് വിൻഡോ ഇത് അടിക്കുന്ന സമയത്ത് തന്നെ ഈ സാധനം ക്ലോസ് ആവുകൂടി വേണം. അതുകൂടി നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, മെയിൻ വിൻഡോ 1 എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാം. വിൻഡോ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലസ് അടിക്കുക അവിടെ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ലോസ് ചെയ്യണമെങ്കിൽ പ്ലസ് അടിക്കുക. അതിനുശേഷം സെൻറ്റർ പോയിട്ട് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുഷ് ബട്ടൺ എന്ന് പറഞ്ഞ സാധനം വരും. പുഷ് ബട്ടൺ അടിക്കുക. ഓക്കെ, അതിനുശേഷം സിഗ്നൽ എന്താണ്? ക്ലിക്ക്ഡ് ആണ്. അതിനുശേഷം മെയിൻ വിൻഡോ ആണ് റിസീവർ. കാരണം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മൊത്തം ക്ലോസ് ആയി പോകണം. അതിനുശേഷം സ്ലോട്ടിൽ ക്ലോസ്. എത്ര അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ക്ലോസ് ആവും. നോക്കാം, ഫോമിൽ പോവുക, പ്രിവ്യൂ, ഫയൽ ക്ലോസ് അടിച്ചാലും ക്ലോസ് ആവും, ആൻഡ് ഗോ നെക്സ്റ്റ് വിൻഡോ അടിച്ചാലും ക്ലോസ് ആവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് വിൻഡോ ആണ്. കാരണം നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യൽ window2.ui ഓപ്പൺ ചെയ്യും. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച വ്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും സെറ്റാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പൈത്തണിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തു. ഓൾറെഡി സേവ്ഡ് ആണ്. ഓക്കെ, പൈത്തണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൾഡറിൽ പോവുക. നെക്സ്റ്റ് ഓപ്പൺ ടെർമിനൽ അടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? window1.ui ആദ്യം window1.pyയിലേക്ക് കൺവേർട്ട് ചെയ്യുക. window1.pyയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് window2.ui window2.pyയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് പൈത്തൺ ഫയലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം ചെയ്യും. ഓക്കെ, അത് നമ്മൾ പൈച്ചാമിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പൈച്ചാമിൽ ചെയ്യണം. അപ്പോൾ പൈച്ചാമ് തുറക്കുക. അതിനുശേഷം പൈച്ചാമ് തുറക്കുക. ഒരു ഓൾറെഡി ഉള്ളൊരു പ്രൊജക്റ്റ് തുറക്കുക. ഓക്കെ, ഉള്ളൊരു പ്രൊജക്റ്റ് തുറക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ പുതിയ ഉണ്ടാക്കിയ രണ്ട് window1.pyയും window2.py അതിലേക്ക് കോപ്പി ചെയ്യുക. പേസ്റ്റ്.
ഓക്കെ, രണ്ട് window1.pyയും window2.pyയും നമുക്ക് ഓൾറെഡി ഇതിലേക്ക് ക്ലോസ് ആയി, ഓൾറെഡി ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, window1 ഒന്ന് റൺ ചെയ്ത് നോക്കാം. window1 കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, window2 തുറന്ന് നോക്കാം. ഓക്കെ, എല്ലാം ശരിയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ window1 ഉണ്ട്, window2 ഉണ്ട്. ഓക്കെ, window1 നിന്ന് window2 തുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് window2ൻ്റെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. window2.pyയിലെ മെയിൻ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഫ്രം window2 import, അതിൽ മെയിൻ വിൻഡോയുടെ പേര്, മെയിൻ ക്ലാസ്സിൻ്റെ പേരെന്തായിരുന്നു, UI മെയിൻ window2. ഓക്കെ, UI മെയിൻ window2. ഓക്കെ, അതിനുശേഷം പുഷ് ബട്ടനാണ് ക്ലിക്ക് ചെയ്യുക അല്ലേ, നെക്സ്റ്റ് വിൻഡോയ്ക്ക് പുഷ് ബട്ടൺ ഒന്ന് ഫൈൻഡ് ചെയ്യുക. പുഷ് ബട്ടൺ ഫൈൻഡ് ചെയ്ത് നമുക്ക് അവിടെ പുഷ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ സെൽഫ് ഡോട്ട് പുഷ് ബട്ടൺ ഡോട്ട് ക്ലിക്ക്ഡ് ഡോട്ട് കണക്റ്റ് ഓഫ് സെൽഫ് ഡോട്ട് ഗോ നെക്സ്റ്റ് വിൻഡോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം, ഗോ നെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുക, ഡെഫ് നെക്സ്റ്റ് വിൻഡോ ഗോ നെക്സ്റ്റ് വിൻഡോ. ഇനി നമുക്ക് window2ലെ മെയിൻ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഏത് ടൈപ്പ് വിൻഡോ ആണ് നമുക്ക് തുറക്കേണ്ടത്, ക്യൂ മെയിൻ വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ടൈപ്പിലാണ് തുറക്കേണ്ടത്. കാരണം എന്താണ്, ക്യൂ മെയിൻ വിൻഡോ. ഓക്കെ, ക്ലാസ് ടൈപ്പ് പറഞ്ഞാൽ ക്യൂ മെയിൻ വിൻഡോ ആണ്. അപ്പോൾ നമ്മൾ തുറക്കുക. ഓക്കെ, ക്യൂ മെയിൻ വിൻഡോ. അപ്പോൾ അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ സെൽഫ് ഡോട്ട് മെയിൻ വിൻഡോ ഈക്വൽ ടു qtgui ഡോട്ട് ക്യൂ മെയിൻ വിൻഡോ. ഓക്കെ, അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഫയലിലെ മെയിൻ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ സെൽഫ് ഡോട്ട് സെക്കൻഡ് വിൻഡോ ഈക്വൽ ടു ഏതായിരുന്നു അതിൻ്റെ മെയിൻ വിൻഡോ, UI മെയിൻ വിൻഡോ 2 എന്ന് പറഞ്ഞ ഫയൽ. വിൻഡോ 2. ഓക്കെ, UI മെയിൻ വിൻഡോ 2. ഓക്കെ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സെറ്റപ്പ് UIനാണ് കോൾ ചെയ്യുക. അപ്പോൾ സെൽഫ് ഡോട്ട്, കാരണം നോക്കിക്കോളൂ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം മെയിൻ വിൻഡോയിലെ സെറ്റപ്പ് UI നമ്മൾ കോൾ ചെയ്യാൻ പോകണം. സെൽഫ് ഡോട്ട് സെക്കൻഡ് വിൻഡോ ഡോട്ട് സെറ്റപ്പ് UI ഓഫ് ഏത് ടൈപ്പിൽ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, മെയിൻ വിൻഡോൻ്റെ ടൈപ്പിലൊരു ആർഗ്യുമെൻ്റ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഈ മെയിൻ വിൻഡോ നമ്മൾ എന്ത് ചെയ്യുക, ഷോ ചെയ്യുക. അപ്പോൾ സെൽഫ് ഡോട്ട് മെയിൻ വിൻഡോ ഡോട്ട് ഷോ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് വിൻഡോ തുറന്ന് കിട്ടും. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് മെയിൻ വിൻഡോ. ഗോ നെക്സ്റ്റ് വിൻഡോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വിൻഡോ നമുക്ക് തുറന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തത് ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മൾ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് പോകും. ആ ഫംഗ്ഷനിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ഏത് ടൈപ്പ് വിൻഡോ ആണ് നമ്മൾ തുറക്കുന്നുണ്ടെങ്കിൽ ആ വിൻഡോൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അതായത് മെയിൻ വിൻഡോ ആണെങ്കിൽ ക്യൂ മെയിൻ വിൻഡോ ആണെങ്കിൽ ക്യൂ മെയിൻ വിൻഡോ, ക്യൂ വിഡ്ജറ്റ് ആണെങ്കിൽ ക്യൂ വിഡ്ജറ്റ്, ക്യൂ ഡയലോഗ് ബോക്സ് ആണെങ്കിൽ ക്യൂ ഡയലോഗ്, ഏതാச்சுം ഉണ്ടാക്കുക, ഏത് ടൈപ്പ് ആണെങ്കിലും ഉണ്ടാക്കുക. അതിനുശേഷം സെക്കൻഡ് ഫയലിലെ മെയിൻ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, അതിൻ്റെ സെറ്റപ്പ് UIനെ കോൾ ചെയ്യുക. അതിനുശേഷം ഏത് ടൈപ്പാണോ ഷോ ചെയ്യേണ്ടതിൻ്റെ അതിൻ്റെ ഷോ മെത്തേഡ് കോൾ ചെയ്യും. ഇത്ര ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിൻഡോയിൽ നിന്ന് അടുത്ത വിൻഡോ തുറക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഫയൽ വെച്ചിട്ട് ആക്ഷൻ ക്ലോസ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ഫയലിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഗോ നെക്സ്റ്റ് വിൻഡോ അടിക്കുമ്പോൾ നെക്സ്റ്റ് വിൻഡോ പോകുന്നുണ്ട്, ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങളിത് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.